ഹലോ ഗൈസ്, അപ്പോൾ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ്? ഏഞ്ചൽസിന് ഈ സമയം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് കാര്യമാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഫസ്റ്റ് പൈലാണ്, അത് സെക്കൻഡ് പൈലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഫസ്റ്റ് പൈൽ പറഞ്ഞിരിക്കുന്ന ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ റിലേഷൻഷിപ്പ് തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കോ എന്തെങ്കിലും ഡൗട്ട്ഫുള്ളോ ആയിട്ടോ നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളെ തന്നെ നിങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ആ കാര്യത്തിനെ പറ്റി കുറച്ചും കൂടെ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, അറിഞ്ഞതിന് ശേഷം മാത്രം ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അയാളുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. എടുത്തു ചാടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ജോബായാലും റിലേഷൻഷിപ്പായാലും എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, എടുത്തു ചാട്ടമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അങ്ങനെ ഒന്നും ഇറങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഏഞ്ചൽസ് അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൈൽ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ നെക്സ്റ്റത്തെ ഒരു കാറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിലാണോ നിൽക്കുന്നത്, കുറേ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലവർക്ക് ജോലിയുടെ കാര്യത്തിൽ താമസിക്കുന്നതായിരിക്കാം, ചിലവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് പറയാനാ, എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് കിട്ടാനായിട്ടുള്ള ലേറ്റ്, ഓഫർ ലെറ്റർ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചിലവർക്ക് കല്യാണം നടക്കത്തില്ല, അതിൽ ഭയങ്കര ലാഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എല്ലാം ഒരു അറൗണ്ട് 3 months ആ ഒരു ടൈമിൻ്റെ അകത്ത് മാറും എന്നാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള, ടെമ്പററി ആയിട്ടുള്ള, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതാണ്. അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഇത് ഇന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് ചിലവർ ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുള്ളായിട്ട് ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ അവരുടെ മുന്നിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഇതിൽ നല്ലത് മാത്രം എടുക്കുക. താങ്ക്